നമസ്കാരം. വി.ഡി. സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷം ചില സുപ്രധാനമായ തീരുമാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊന്ന് നമ്മൾ തന്നെ പ്രത്യേക വീഡിയോയിലൂടെ ചർച്ച ചെയ്തിരുന്നു. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി 3 ദിവസം വരെ വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു ഉത്തരവ് ഇറക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനം. ആരോഗ്യകരമായ പ്രശംസനീയമായ ഒരു തീരുമാനം. എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യത്തിലെ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാനാണ് ഈ വീഡിയോയുമായി വന്നത്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ കഴിഞ്ഞ ദിവസം സ്കൂൾ ഓപ്പണിംഗ് ഡേയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് സ്കൂൾ കുട്ടികൾക്ക് ഒരു ദിവസം കളർ ഡ്രസ്സ് അനുവദിച്ചു നൽകും എന്നുള്ളതാണ് ആ പ്രഖ്യാപനം. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിർദോഷമായ ഒരു തീരുമാനം എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ കളർ ഡ്രസ്സ് അനുവദിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള ചില പ്രത്യാഘാതങ്ങളുണ്ട്, അതിൻ്റെ അനന്തര ഫലങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായി എന്തിനാണ് കളർ ഡ്രസ്സ് അനുവദിക്കുന്നത് എന്നുള്ള ചോദ്യത്തോടൊപ്പം എന്തുകൊണ്ടാണ് നിലവിൽ അതില്ലാത്തത് എന്നുള്ള ചോദ്യമാണ് ആദ്യം നമ്മുടെ മുമ്പിലേക്ക് വരിക. കേരളത്തിൽ ഇന്നത്തെ സാഹചര്യമായിരുന്നില്ല കുറേ കാലം മുമ്പ് വരെ. ഒരു പാട് കാലം മുമ്പ് വരെ കളർ ഡ്രസ്സ് ഉള്ള കാലമുണ്ടായിരുന്നു. എല്ലാവർക്കും കളർ ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ പോകാവുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റിയത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ആഘോഷ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയണം എന്നില്ല. സാമ്പത്തികമായി പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ വരുന്ന കുട്ടികൾ, രക്ഷിതാക്കൾ ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ 95% ജനങ്ങൾക്ക് വളരെ ഫ്ലെക്സിബിളായിട്ട് തന്നെ ഇഷ്ടം പോലെ കുട്ടികളെ കൈകാര്യം ചെയ്യാനും അവർക്ക് നല്ല ചൂണ്ടിക്കാണിക്കുന്ന ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്ന വാദവും വസ്തുതയും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അതിന് വിരുദ്ധമായ സാഹചര്യവും ഉണ്ട്. അത് സാമ്പത്തികം മാത്രമല്ല, മറ്റു പല കാരണങ്ങളാലും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. കളർ ഡ്രസ്സ് എന്തിനാണ് ഇടണ്ട, അല്ലെങ്കിൽ യൂണിഫോം വേണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്? മുമ്പ് എല്ലാ ദിവസവും തോന്നിയ ഡ്രസ്സൊക്കെ ഇട്ട് വരാമായിരുന്നു. വള്ളി ട്രൗസർ ഇട്ട് വന്ന കഥയൊക്കെ നമ്മൾ സീനിയേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? കീറിയ കുപ്പായവും കീറിയ മുണ്ടും അല്ലെങ്കിൽ കീറിയ ട്രൗസറൊക്കെ ഇട്ട് പോയ അനുഭവങ്ങൾ അത്ര അധികം കാലം അകലെയൊന്നുമല്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏകീകരിക്കപ്പെട്ട ഡ്രസ്സിട്ട് സ്കൂളിലേക്ക് വരാനുള്ള തീരുമാനം വരുന്നത് ഈ വിവേചനത്തെ മറികടക്കാനാണ്. യൂണിഫോം എന്ന് പറയുന്നത് അത് വിവേചനത്തെ മറികടക്കുക എന്നുള്ള പ്രാഥമിക ഒരു ലക്ഷ്യം അതിനുണ്ടായിരുന്നു. അതൊക്കെ വിട്ട് പോയി എന്നുള്ള വസ്തുത ഇവിടെ നിലവിലുണ്ട് താനും. അങ്ങനെ എല്ലാ കുട്ടികളും യൂണിഫോം ഇട്ട് വരുമ്പം ഈ വിവേചനം, ഡ്രസ്സിൽ കാണാൻ ഇടയുള്ള വിവേചനത്തെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നീട് ഒരു ദിവസം യൂണിഫോമിൽ തന്നെ വ്യത്യസ്തമായ മറ്റൊരു യൂണിഫോം എന്നുള്ള നിലയിൽ വന്നു. 4+1 എന്ന നിലയിലേക്ക് വന്നു. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് കഴിഞ്ഞ കുറേ കാലം, ഇപ്പോൾ ഒരു സർക്കാരൊക്കെ മാറുമ്പോൾ 10 വർഷം കഴിഞ്ഞ് ഒരു സർക്കാർ മാറുമ്പം എന്തെങ്കിലും ഫ്രഷ്നെസ് വേണ്ടേ എന്ന് പറഞ്ഞ് ഷംസുദ്ദീനും വി.ഡി. സർക്കാരും എടുക്കുന്ന ഒരു നയമായിട്ട് മാത്രമേ കളർ ഡ്രസ്സ് എന്ന ഒരു ദിവസത്തേക്കുള്ള കളർ ഡ്രസ്സ് എന്ന നിർദ്ദേശം കരുതാൻ കഴിയൂ. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സാഹചര്യം കേരളം മറികടന്നില്ല? എല്ലാവർക്കും ഇഷ്ടംപോലെ ഡ്രസ്സ് വാങ്ങിച്ച് ഇടാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം ചിലർ ചോദിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. എന്ത് സന്തോഷമാണ് അവർക്ക് ആദ്യത്തെ ഈ ദിവസങ്ങൾ കഴിഞ്ഞാൽ അവശേഷിക്കുക എന്നുള്ളതാണ് ചോദ്യം. കളർ ഡ്രസ്സ് ഇടാം എന്ന് പറയുമ്പോൾ ആദ്യം ഭയങ്കര സന്തോഷം ഉണ്ടാവും. പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ഏത് മട്ടിലാണ് മാറുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. സ്കൂളിലേക്കുള്ള യാത്ര, സ്കൂളിലെ സാന്നിധ്യം, ഇതൊക്കെ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ ചിന്തകളുണ്ട്. ഏത് മട്ടിലും വിവേചനത്തിനുള്ള അവസരങ്ങളുണ്ട്. അത് ഏറ്റക്കുറച്ചിലുകളോടെ നമുക്ക് ഇനിയും സ്ഥാപിക്കാൻ കഴിയും. വില കൂടിയത്, വില ഏത് വിലയുള്ളത് വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറയുമ്പം തന്നെ വില കൂടിയ വസ്ത്രങ്ങളിലും വിവേചനങ്ങൾ, വില കുറഞ്ഞ, അതായത് കളർ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ആൾക്ക് തന്നെ അതിൽ തന്നെ വിവേചനങ്ങൾ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും പഴയ കാലത്തെ ഓർമ്മകൾ അവശേഷിക്കുന്ന ആളുകൾക്ക് ഇതിന് ഉണ്ടാക്കാനിടയുള്ള അപകടം, പ്രത്യക്ഷത്തിൽ ഒരു കുപ്പായിട്ട് വന്നതിന് നിങ്ങൾക്ക് എന്താ വിഷമം എന്നൊക്കെ ചോദിച്ച് ലളിതവൽക്കരിക്കുമെങ്കിലും ഇത് പുതിയ കാലത്ത് കുട്ടികളുടെ മനഃശാസ്ത്രം ആഴത്തിൽ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ ഗൗരവത്തിലുള്ള പ്രശ്നമായി നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതിലേക്കാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരു പ്രധാന അഭിപ്രായം നിങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് പോകുന്നത്. എഴുത്തുകാരനും അധ്യാപകനുമായ KS രതീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഞാൻ അതുപോലെ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാം. അദ്ദേഹം പറയുന്നു, ബുധൻ പോലെ ഒരു ദിവസം നിറങ്ങൾക്ക് വേണ്ടി നിർത്താതെ വാദിക്കുന്നവരോട് എനിക്കൊരു നിറമില്ലാത്ത കാര്യം പറയാനുണ്ട്. ആഴ്ചയിലൊരിക്കൽ കളർ വസ്ത്രം എന്ന പോസ്റ്ററുകൾ കണ്ടത് മുതൽ എൻ്റെ വീട്ടിലും ബഹളമാണ്. 2 ബാഗി പാൻറ്റും ഉടുപ്പുകളും വാങ്ങിക്കേണ്ടി വന്നു. 2 ആൺകുട്ടികൾക്ക് കൂടെ അത്യാവശ്യം നല്ല തുക ചെലവായി. അവർ ആഘോഷിക്കട്ടെ. ഇവിടെ എൻ്റെ സ്കൂളിലും ആദ്യ ക്ലാസ്സിൽ തന്നെ കുട്ടികളുടെ ചോദ്യം വന്നു, ഇനി മുതൽ ബുധൻ കലക്കും. കുട്ടികൾക്ക് കളർ ഡ്രസ്സാണെങ്കിൽ അധ്യാപകരുടെ ഡ്രസ്സ് കോഡും ചർച്ചയായി. എനിക്കതിൽ ഉള്ളിലൊരു നീറ്റലുള്ള വിയോജിപ്പുണ്ട്. എൻ്റെ സ്കൂൾ കാലത്തും ബുധൻ കളറിട്ട് വരുമായിരുന്നു. അന്ന് ക്ലാസ് മുറികളിൽ ബാലഭവനിൽ നിന്നുള്ള കുട്ടികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ചിലപ്പോൾ ഒരു കോണിൽ അല്ലെങ്കിൽ മൈതാനത്തിൽ ചന്ദന കളർ ഉടുപ്പും നീല നിക്കറോ പാൻറ്റോ ഇട്ട ഞങ്ങളുടെ ചന്തിയിലേക്ക് PT സാറിൻ്റെ ചൂരൽ ഒരു ഭയവും കൂടാതെ പാഞ്ഞു വരും. മറ്റു പിള്ളേരെ അങ്ങനെ തല്ലിയാൽ വിവരമറിയും. യൂണിഫോമിൽ തിരിച്ചറിയാൻ ഇത്തിരി പുളി
കുളിക്കും. മറ്റുള്ളവർക്ക് എങ്ങനെയെന്നറിയില്ല, ആ ബുധനുകൾ എനിക്ക് നരകമായിരുന്നു. നിങ്ങൾ ഈ കൂട്ടത്തിൽ പെടുന്നില്ല, നിങ്ങൾ വേറെയാണ്, നിങ്ങൾ നിറങ്ങൾക്ക് പുറത്താണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ബുധൻ. അതിലും വേദനിപ്പിച്ച മറ്റൊരു അനുഭവം ഉണ്ടായി. ബി.എഡിന് പഠിക്കുന്ന കുറച്ച് അധ്യാപകർ ഒരു തവണ വന്നു. കാർത്തിക എന്ന ചരിത്ര അധ്യാപികയ്ക്ക് 8ാം തരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന ഉത്തരങ്ങൾ മണിമണി പോലെ പറയുന്ന കരിമുണ്ടൻ ചെറുക്കൻ ഇഷ്ടമായി. ക്ലാസ് ടെസ്റ്റിനും അവൻ ഒന്നാമതായി. മഞ്ചിൻ്റെ മിഠായി സമ്മാനവും വാങ്ങി. ആകെ അരമാർക്ക് പോയത് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹത്തിൻ്റെ പേരിലാണല്ലോ. എന്തോ ചെയ്യാനാണ്. അതിനിടയിൽ വന്ന നശിച്ച ബുധൻ ഞങ്ങളുടെ സകലതും നശിപ്പിച്ചു. കേരള സാരി ഉടുത്തു വന്ന ടീച്ചറിന് ബാലഭവൻ്റെ മുന്നിലെ ആർച്ചിൽ പൂത്തു കൊഴിഞ്ഞു കിടക്കുന്ന മുല്ലപ്പൂവും കൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ കൂടെയുള്ള 2 എണ്ണം കളർ ദിവസം എന്തെങ്കിലും കള്ളം പറഞ്ഞ് സ്കൂളിൽ വരാതിരിക്കലാണ് പണി. നിറങ്ങളുടെ ഇടയിൽ യൂണിഫോമിലിരിക്കുന്ന എന്നോട് കാർത്തിക ടീച്ചറിൻ്റെ ആ ചോദ്യം, അതെന്താ കൂട്ടാ നീ കളർ ഡ്രസ്സ് ഇടാത്തത്, അച്ഛൻ വാങ്ങിത്തന്നില്ലേ? എൻ്റെ കണ്ണിൽ ഇരുട്ടുമൂടി. എന്നോ കളഞ്ഞിട്ട് പോയ അച്ഛനെയും എനിക്ക് കളർ ഉടുപ്പ് വാങ്ങിത്തരാൻ ശേഷിയില്ലാത്ത ബാലഭവനിൽ വിട്ടിട്ട് പോയ അമ്മയെയും ഓർത്തു. പോക്കറ്റിൽ പൊതിഞ്ഞു വെച്ചിരുന്ന മുല്ലപ്പൂവിനെ ഒക്കെ ഓർത്തപ്പോൾ ഞാൻ ഉറക്കെ കരഞ്ഞു. അതിനിടയിൽ ഏതോ ഒരുത്തൻ രതീഷ് അനാഥ കുട്ടികളുടെ ഹോമിൽ നിന്ന് വരുന്നതാണെന്ന് വെളിപ്പെടുത്തലും നടത്തി. കാർത്തിക ടീച്ചർ എന്നെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ഇനി ഒരിക്കലും ബുധൻ സ്കൂളിൽ പോവില്ല എന്ന വലിയ തീരുമാനമാണ് ഞാൻ എടുത്തത്. കാർത്തിക ടീച്ചർ വരിവരിയായി പോകുന്ന ഹോമിലെ ഞങ്ങൾക്കും എനിക്കും വേണ്ടി കൈവീശി ഹെഡ് മാസ്റ്ററുടെ റൂമിൻ്റെ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ചിരിച്ചില്ല, കൈവീശിയില്ല. പോക്കറ്റിൽ ടീച്ചറിന് കൊണ്ടുവന്ന പൂവിൻ്റെ മണം ബാക്കിയായി. രാത്രി പഠന സമയത്ത് കാർത്തിക ടീച്ചറിനെ ഓർത്തിട്ട് എനിക്കും നല്ല വിഷമമായി. ചരിത്രവും പൗരധർമ്മവും എഴുതാനുള്ള ബുക്കിൻ്റെ പിന്നിൽ എൻ്റെ കഥ മുഴുവൻ എഴുതി നേരം വെളുക്കാൻ കാത്തുകിടന്നു. 5 മണിക്ക് മുറ്റം അടിച്ചുവാരുന്നതിന് മുന്നേ മുല്ലപ്പൂവും മുട്ടുകളും ശേഖരിച്ചു വെച്ചു. ടീച്ചിങ് പ്രാക്ടീസ് പൂർത്തിയാക്കി കാർത്തിക ടീച്ചർ പോയെന്ന് ഞങ്ങളുടെ ഫ്രഞ്ച് വിപ്ലവം സാറ് വന്നപ്പോഴാണ് മനസ്സിലായത്. അതുപോട്ടെ, അതൊന്നും വലിയ കാര്യമല്ലല്ലോ. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. എല്ലാ ബുധനും ട്രെൻഡിനൊത്ത് എത്ര കുട്ടികൾക്ക് വരാൻ കഴിയും? റീലിലും സ്റ്റാറ്റസുകളിലും നിറം കാണിക്കാൻ കഴിയാതെ മാറി നിൽക്കുന്ന ആ കുട്ടിയെ ആരാണ് ചേർത്ത് പിടിക്കുക? എനിക്ക് പുതിയ ഡ്രസ്സ് വേണമെന്ന് വീട്ടിൽ വാശി പിടിക്കുന്ന കുട്ടിയോട് വിലക്കയറ്റത്തിൽ നട്ടെല്ല് പൊട്ടിയ മാതാപിതാക്കൾ എന്തൊക്കെ പറയേണ്ടി വരും? ഒന്നും അധികാരമുള്ള വകുപ്പിൻ്റെ ഒരു ഉത്തരവിനോടുമുള്ള എൻ്റെ വെല്ലുവിളിയല്ല. അന്ന് കാർത്തിക ടീച്ചറിൻ്റെ മുന്നിൽ വെളിപ്പെട്ടുപോയ കരിമുണ്ടൻ ചെറുക്കൻ്റെ ആകുലതയായി കാണാൻ മാത്രം അഭ്യർത്ഥന. ആരോടും പരിഭവമില്ല. എന്നെപ്പോലെ ഒരു കുട്ടി ഇന്നുണ്ടെങ്കിൽ അവന് വേണ്ടി ഞാനല്ലാതെ മറ്റാരാണ് വാദിക്കുക? ഇതാണ് രതീഷ് മാഷ് എഴുതുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്നും സർവ്വസാധാരണമാണ്. ഒരുപക്ഷെ സർക്കാർ സ്കൂളുകളെ ആശ്രയിക്കുന്ന കോൺവെൻറ്റുകളിൽ അടക്കമുള്ള നിരവധി കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. നമ്മുടെയൊക്കെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരോട് അന്വേഷിച്ചാൽ ഭൂരിഭാഗം മക്കളും പറഞ്ഞു തരും അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ വരുന്ന സ്ഥലവും ഇടവുമൊക്കെ. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. അത് അവരുടെ മറ്റ് പല ഭൗതിക സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് പഠിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് 1, അല്ലാതെ സാമ്പത്തിക പ്രശ്നമുണ്ട് 2, അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ കോൺവെൻറ്റിലാക്കും. അവിടെ നിന്ന് കോൺവെൻറ്റിൽ നിന്ന് ഒരാൾ കൂട്ടി സ്കൂളിലേക്ക് കൊണ്ടുവിടും, തിരിച്ചു കൊണ്ടുവിടും. രാത്രി അവിടുത്തെ താമസം, മാസത്തിലൊരിക്കൽ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ള സാഹചര്യമുള്ള ആളുകളുണ്ട്. അവർക്ക് എല്ലാം എടുത്ത് വൃത്തിയാക്കി വെച്ച് ബുധനാഴ്ചകളിൽ ഇങ്ങനെ അണിയിച്ചൊരുക്കി സ്കൂളിലേക്ക് വിടാനുള്ള സാഹചര്യം ഇല്ലാത്ത 1% രതീഷ് മാഷ് പറഞ്ഞൊക്കെ ഒരാളാണെങ്കിലും അയാൾക്ക് വേണ്ടിയും സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സാഹചര്യം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഇത്തരത്തിലുള്ള ഒരുപക്ഷെ നേരത്തെ നമ്മൾ പ്രശംസനീയമായി സൂചിപ്പിച്ചതുപോലെയുള്ള ആർത്തവ അവധി സംബന്ധിച്ചതടക്കമുള്ള തീരുമാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കളർ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പുനരാലോചന നടത്തേണ്ടതുണ്ട് എന്നാണ് ഈ സാഹചര്യം വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാവും. നമുക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം. സർക്കാർ ഗുണപരമായൊരു തീരുമാനം കൈക്കൊള്ളട്ടെ എന്ന് ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം.